സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ ഒറ്റക്കെട്ടായി പൊരുതാമെന്ന ആഹ്വാനവുമായി മുൻമന്ത്രി വീണ ജോർജ്. നിപ സ്ഥിരീകരിച്ചതോടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ മുൻ പ്രതികരണം പലരും ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മുതിരുന്നില്ലെന്നും ശരിതെറ്റുകൾ കാലം തെളിയിക്കട്ടെ എന്നും വീണ ജോർജ്. എരണം കെട്ടവർ നാട് ഭരിച്ചാൽ മുടിയുമെന്നായിരുന്നു മുരളിയുടെ അന്നത്തെ പരാമർശം. അതാണ് പണ്ട് കാലത്ത് ചൊല്ലുണ്ട്, എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഓണാഘോഷിച്ചിട്ട് കാലം മറന്നു. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ലേ? ഇപ്പോഴെന്താ ഇത് രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ്. വിവരങ്ങളുമായി സനിസയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. സനിസ, ഏറ്റവും ലാഘവത്തോടുകൂടി നിരുത്തരവാദപരമായി ഇന്നത്തെ ആരോഗ്യമന്ത്രി അന്ന് പ്രസംഗിച്ചതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ഇന്ന് അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരിക്കെ വീണ്ടും അതുപോലൊരു അവസ്ഥ, അത് നിപ വീണ്ടും സംസ്ഥാനത്ത് സംജാതമായിരിക്കുകയാണ്. അതിനെ നേരിടേണ്ടത് അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോഴാണ് ഈ ഓർമ്മപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നിലവിൽ ഏറ്റവും പക്വമായ ഒരു പ്രതികരണമാണ് മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അത് ഒറ്റക്കെട്ടായി പൊരുതാം എന്നുള്ളതാണ്. അതേ ശ്യാമിലി, കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭരണസമയത്ത് നിപ സ്ഥിരീകരിച്ച സമയത്ത് അത് സർക്കാരിന്റെ പ്രശ്നം കൊണ്ടാണ്. സർക്കാർ അത് കാലത്ത് അത്തരമൊരു ഒരു ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നിപ പരത്തുന്നത് വവ്വാലുകളാണത്രേ. പക്ഷേ ഇത് സർക്കാരിന്റെ ഗതികെട്ട ഒരു സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. AK ആന്റണിയുടെയും K കരുണാകരന്റെയും ഒന്നും കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഭരിക്കുന്നവർ ശരിയല്ല, അതുകൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ വരുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു അന്ന് K മുരളീധരൻ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരിക്കെ വീണ്ടും കേരളത്തിൽ നിപ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിനെതിരെ ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ കാലം ശരിതെറ്റുകൾ തെളിയിക്കട്ടെ എന്നാണ് അവർ ആദ്യത്തെ വാചകത്തിൽ തന്നെ അവർ പരാമർശിക്കുന്നത്. കൂടാതെ ഈ ഷിഗല്ല രോഗവും സംസ്ഥാനത്തെ ആകെ പിടിച്ചുകുലുക്കിയ ഒരു സാഹചര്യമാണ്. അതിലും അതീവ ഗൗരവമായിട്ട് കാണണം ഈ രോഗത്തെയും, പ്രതിരോധം ശക്തിപ്പെടുത്തണം. വളരെ പക്വമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ ഒരു സമയത്ത് മുൻ ആരോഗ്യമന്ത്രി നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ നിപയെ പ്രതിരോധിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്നും മുൻ ആരോഗ്യമന്ത്രി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ നിപ പ്രതിരോധത്തിന്റെ ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടായിരുന്നു മുൻ ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം. നമുക്കറിയാം, കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുള്ള പല രീതിയിലും ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അല്ലാതെ പോലും പലതരത്തിലുമുള്ള വിചാരണകൾക്ക് ഇരയായിട്ടുള്ള ഒരാളാണ് മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ഘട്ടത്തിൽ വരുമ്പോൾ പക്വമായിട്ടുള്ള ഒരു മറുപടിയാണ് ഫേസ്ബുക്കിലൂടെ മുൻ ആരോഗ്യമന്ത്രി നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഒറ്റക്കെട്ടായി പൊരുതാം എന്ന് തന്നെയാണ് അവരും പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ ഷിഗല്ല രോഗവും നിപയും ഒക്കെ വടക്കൻ ജില്ലകളെ വലിയ രീതിയിൽ ബാധിച്ച ഒരു സാഹചര്യമാണ്. കോഴിക്കോടിനെയും വയനാടിനെയും ഒക്കെ വലിയ രീതിയിൽ ഈ അസുഖങ്ങളൊക്കെ പിടിച്ചു കുലുക്കുന്ന ഒരു സാഹചര്യം തന്നെ എന്ന് പറയാം. ഇപ്പോൾ ഈ രോഗിക്ക് 45 വയസ്സുള്ള ഒരു ഫറൂഖ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരാൾക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് സമ്പർക്കമുള്ള ആളുകളെയൊക്കെ ഇനി ഡയലക്റ്റ് ചെയ്ത് അതിലൊക്കെ ഒരു നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സുപ്രധാന ഘട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാനമുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പഴയകാലത്തെ ഇത്തരം പ്രസ്താവനകൾ നടത്തിയ ആരോഗ്യമന്ത്രിയോട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി പൊരുതാമെന്നാണ് മുൻ ആരോഗ്യമന്ത്രി പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. ശ്യാമലി, ശരി, സനിസയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും